ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ജൂലൈ 1, 2024 നാളത്തെ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ മഹത്തായ ഒരു നാഴികക്കല്ല്, ഒരു കാൽവയ്പിന് തുടക്കം കുറിക്കുന്ന ദിവസമാണത്. ഇന്ന് സാധാരണക്കാർക്ക് പോലും പരിചിതമായ ഇന്ത്യൻ പീനൽ കോഡ് എന്ന ആ വ്യവസ്ഥ ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലേക്ക് മാറ്റപ്പെടുന്ന ആ ഒരു ദിവസമാണ്. നമ്മുടെ കോടതികളിലും ഇന്ന് പോലീസ് സ്റ്റേഷനുകളിലും ഓരോ കേസുകളും അത് എഴുതപ്പെടുന്നത് ഈ ഇന്ത്യൻ പീനൽ കോഡിന്റെ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഓരോ സെക്ഷൻസും IPC 420 ഈ ചീറ്റിംഗ് സംബന്ധമായിട്ടുള്ള ആ കേസുകളുടെ ആ സെക്ഷൻസ് അത് ഇനി മുതൽ BNS 318 എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുക. കൂടാതെ ഒരു ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള നിലയ്ക്ക് എന്നും എനിക്ക് സുപരിചിതമായിട്ടുള്ള സെക്ഷൻസ് സെക്ഷൻ 279 അലസമായും അശ്രദ്ധമായിട്ടും മനുഷ്യജീവന് അപകടം വരത്തക്ക രീതിയിൽ വാഹനം ഓടിക്കുക, അതിന്ന് സാധാരണക്കാർക്ക് വരെ സുപരിചിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും അശ്രദ്ധമായിട്ടോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടോ വാഹനം ഓടിക്കുന്ന ബസ് ഡ്രൈവേഴ്സിനെല്ലാം പോലും സുപരിചിതമായിട്ടുള്ള സെക്ഷൻസ് ആണ് 279 എന്ന് പറയുന്നത്. അത് BNS 281 ആയിട്ട് മാറുകയാണ്. കൂടാതെ ഇങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്തുണ്ടാകുന്ന പരിക്കുകൾക്ക് അല്ലെങ്കിൽ മരണം, ഇതുപോലുള്ള കാര്യങ്ങൾക്കുള്ള സെക്ഷൻസ് 337 എന്നുള്ളത് 125A, 338 എന്ന് പറയുന്നത് 125B, 304A മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അത് 106 എന്നുള്ള ആ ഒരു BNS സെക്ഷനിലേക്ക് മാറുകയാണ്. 1860 നടപ്പിലാക്കപ്പെട്ടതാണ് ഇന്ത്യൻ പീനൽ കോഡ്. ഇവിടെ ഭാരതീയ ന്യായ സംഹിത 2023 നാളെ നടപ്പിൽ വരുമ്പോൾ 23 ചാപ്റ്ററുകളിലായിട്ട് 511 സെക്ഷൻസ് ഉണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന ആ സംവിധാനം 20 ചാപ്റ്ററുകളിൽ 358 സെക്ഷൻസ് ആയിട്ട് അത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പോലും പരിചിതമായിട്ടുള്ള ഈ കൊലക്കുറ്റം, മർഡർ, കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്ന ആ സെക്ഷൻസ് അത് 300, 301, 302 തുടങ്ങിയ ആ വകുപ്പുകളായിരുന്നെങ്കിൽ 100, 101, 102 ഇങ്ങനെ ഈ സെക്ഷൻസിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ കുറ്റപത്രങ്ങളിലെല്ലാം ഉണ്ടാവുക BNS സെക്ഷൻസ് എന്നായിരിക്കും. സാധാരണ നമ്മളൊരു FIR കാണുന്ന IPC ആ സെക്ഷൻസ് അത് ഇനി മുതൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ കാര്യത്തിൽ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക്, എന്നാലും ഒരു സാമാന്യ ജനത്തിന് അറിഞ്ഞിരിക്കേണ്ട ഈ സെക്ഷൻസ്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഭാരതീയ ന്യായ സംഹിത അതിന്റെ PDF-ന്റെ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ BNS സെക്ഷൻസും IPC സെക്ഷൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അതും നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഈ ലിങ്കിൽ ലഭ്യമാണ്.